ഹായ് നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. 2 ദിവസമായിട്ട് നമ്മുടെ സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് നമ്മുടെ അന്തരിച്ചു പോയിട്ടുള്ള നിത്യ ഹരിത നായകനായിട്ടുള്ള നമ്മുടെ പ്രേം നസീറിനെ കുറിച്ചിട്ട് ടിനി ടോം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ടിനി ടോമിന് ആരോ പറഞ്ഞു കൊടുത്തത് കേട്ടിട്ട് ടിനി ടോം ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നുകൊണ്ട് പറയായിരുന്നു, അവസാന കാലഘട്ടത്തിൽ, അതായത് പ്രേം നസീറിൻ്റെ അവസാന കാലഘട്ടത്തിൽ പ്രേം നസീറിന് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു. അദ്ദേഹം തിക്കൃഷിയുടെയും അതുപോലെ തന്നെ അടൂർപാസിയുടെ ഒക്കെ വീട്ടിൽ പോയിരുന്ന് അങ്ങ് വാവിട്ട് നിലവിളിക്കുമായിരുന്നു എന്നൊക്കെ വന്നിട്ട് ഒരു വിഡ്ഢിത്തരം ഈ പറയുന്ന ടിനി ടോം നടത്തിയിരുന്നു. സത്യത്തിൽ ഈ പ്രേം നസീർ ആരാണെന്നോ അല്ലെങ്കിൽ പ്രേം നസീർ എന്താണെന്നോ ഇവർക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലേ. ഒരു മിമിക്രി ഇതിൽ നിന്നും മുന്നോട്ട് വന്നു. അതിനുശേഷം പുള്ളി സിനിമാ നടനായി. ഇപ്പോൾ അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോൾ ഇതുപോലെ വിടുവാത്തരം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ടിനി ടോമിനെ ഇപ്പം ഏറി നിർത്തിയിരിക്കുകയാണ്, താഴോട്ട് ഇറക്കിയിട്ടില്ല. എന്തായാലും ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ഭാഗ്യലക്ഷ്മി, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഭാഗ്യലക്ഷ്മി, പ്രേം നസീറിൻ്റെ കാലഘട്ടത്തിൽ അവർ ജീവിച്ചിരുന്നതുകൊണ്ട് അവരും പ്രേം നസീറുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടും ടിനി ടോമിന് നല്ല കൃത്യമായിട്ടൊരു മറുപടി കൊടുത്തുകൊണ്ടും അവർ രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. വീഡിയോ കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു തരാം. ടിനി ടോമിന്റെ ഒരു പ്രസ്താവന വല്ലാതെ ഇങ്ങനെ കുറെ പേര് എനിക്കിങ്ങനെ അയച്ചു തന്നു. പ്രേം നസീർ സാറിനെ കുറിച്ച് പറഞ്ഞ ഒരു പ്രസ്താവന. അദ്ദേഹം അവസാന കാലത്ത് അവസരങ്ങൾ ഇല്ലാതായതോടുകൂടി അടൂർവാസിയുടെയും ബഹദൂറിന്റെയും വീട്ടിൽ പോയി കരയുമായിരുന്നു, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. ഇതിനൊന്നും പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ. പക്ഷേ വേറെ ആരെ കുറിച്ച് എന്ത് പറഞ്ഞാലും ചിലപ്പോ ഞാൻ വിചാരിക്കും നമുക്ക് അത്ര വ്യക്തമായിട്ട് അറിയില്ല ആ വ്യക്തിയെ കുറിച്ച്. നല്ല സൗഹൃദമൊക്കെ ഉണ്ട്, ചിരിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷെ പ്രേം നസീർ സാറിന് അങ്ങനെയല്ല. പ്രേം നസീർ സാർ എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾ 85 വരെ മദ്രാസിൽ ഉണ്ടായിരുന്ന ആളുകൾ, ഒന്നിച്ച് പ്രവർത്തിച്ചവർ, അദ്ദേഹത്തിന്റെ എല്ലാ നന്മകളും അനുഭവിച്ചവർ, അദ്ദേഹം ഞങ്ങൾക്കൊക്കെ ഒരുപാട് പേർക്ക് ഒന്നും രണ്ട്, അത് പ്രത്യേകിച്ച് എനിക്ക് കേട്ടോ, പ്രത്യേകിച്ച് എനിക്ക്, അദ്ദേഹത്തിന് ഞാൻ എന്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്. അത് അനുഭവിച്ച ഒരാൾ. അദ്ദേഹം അവസാനം വരെ ഞാനൊക്കെ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം മരിക്കുന്നതിന്റെ കുറച്ചു മുമ്പ് ഞാൻ കാണുന്നത് തിരുവനന്തപുരത്ത് എടപ്പഴഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ മകളുടെ സഹോദരിയുടെ അവരുടെ വീട്ടിൽ അദ്ദേഹം ഉണ്ട് എന്നറിഞ്ഞിട്ട് ഞാൻ എന്റെ മോനെയും കൊണ്ട് അദ്ദേഹത്തെ കാണാൻ ചെന്നിരുന്നു. അപ്പോഴും വളരെ ഹാപ്പി ആയിരുന്നു. എന്റെ മോൻ അന്ന് അപ്പൂപ്പ ഇങ്ങനെ വിളിച്ചപ്പോ അദ്ദേഹം വളരെ സന്തോഷത്തോടെ അവനെ എടുത്ത് മടിയിൽ ആ സമയവും അദ്ദേഹം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കാരണം കുടുംബവുമായിട്ട് ഏറ്റവും അധികം സമയം ചെലവിടാൻ കിട്ടിയ സമയമാണെന്ന് ഏറ്റവും ഹാപ്പി ആയിട്ടാണ് ഞാൻ അന്ന് അദ്ദേഹത്തെ കണ്ടത്. അപ്പൊ അദ്ദേഹം അവസാന കാലത്ത് അവസരങ്ങൾ കുറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതാരോ പറഞ്ഞതായിരിക്കാം ടിനി ടോമിനോട്. പക്ഷെ അത് നമ്മൾ ആധികാരികമായ ഒരു അഭിമുഖത്തിൽ പറയാൻ പാടില്ല. അത് ആ വ്യക്തി ജീവിച്ചിരിപ്പില്ലെങ്കിലും അവരുടെ ബന്ധുക്കൾ ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് എത്രമാത്രം ഫീലിങ്സ് ഉണ്ടാകും എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. അവരൊക്കെ പോട്ടെ, പണത്തിന് വേണ്ടിയാണ് അങ്ങനെയൊക്കെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി ഇങ്ങനെ പറയുന്നതെന്ന് വെക്കാം. പക്ഷെ ടിനി ടോം ഒരു ഇന്റർവ്യൂവിൽ ഒരു ആക്ടറായിട്ട് ഇരുന്നു കൊണ്ടാണ് ടിനി ടോം സംസാരിക്കുന്നത്. അത് യാതൊരു ആധികാരികതയും ഇല്ലാതെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേട്ടതെല്ലാം സത്യമാകണമെന്നില്ലല്ലോ. നമ്മളൊരു ഇന്റർവ്യൂവിൽ പറയുമ്പോൾ അത് സൂക്ഷിക്കണം. ടിനി നസീർ സാർ ജീവിച്ചിരുന്ന കാലത്തിൽ സിനിമയിൽ പോലും വന്നിട്ടില്ലാത്ത ഒരാളല്ലേ അല്ലെ. അപ്പോ അത് കേട്ടപ്പോ ഒരു വിഷമം തോന്നി. കാരണം ഞങ്ങൾക്ക് കുറെ അധികം പേര് ഇപ്പോഴും ഉണ്ട് നസീർ സാറിനോടൊപ്പം ജോലി ചെയ്ത, അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സംസാരിച്ച്, അങ്ങനെ ഞങ്ങൾ കുറെ പേരുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് ആരും ഇത് നെഗറ്റീവ് ആണോ എന്ന് വെച്ചാൽ ഇത് നെഗറ്റീവ് ആണ്. അതായത് അവസരമില്ലാതിരുന്നപ്പോ മറ്റൊരാളുടെ വീട്ടിൽ പോയി ഇരുന്ന് അങ്ങനെ ഒരാളല്ല പ്രേം നസീർ സാർ. സ്റ്റുഡിയോയുടെ പുറത്ത് ബെഞ്ച് ഉണ്ടാവും, സിമെന്റ് ബെഞ്ച്. അപ്പൊ അതിലിങ്ങനെ ഇരിക്കും, നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കും, ഇരുന്ന് ചായ ഒക്കെ കുടിച്ചോണ്ട് ഇങ്ങനെ. അപ്പൊ ചിലവർ വന്നിങ്ങനെ കഥ പറയും, അവിടെ ഇരുന്ന് കഥ പറയും. വളരെ ഈ വൺ ലൈൻ ഇത് പറയുമ്പോൾ നസീർ സാർ ഇത് ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഇത് മറ്റേ അദ്ദേഹത്തെ വിളിക്കൂ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ പറയുന്ന ഒരാളാണ് നസീർ സാർ. മദ്രാസിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ, ഞങ്ങൾക്ക് ഇപ്പോഴും ചെന്നൈ എന്ന് പറയാൻ ഇഷ്ടമല്ല, ആ കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് മദ്രാസിലേക്ക് വണ്ടി ഇറങ്ങി വന്ന് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ ചെന്ന് കാണാൻ, ഒരു നേരത്തെ വിശപ്പടക്കാൻ ഉള്ള ഒരേ ഒരു വീട് പ്രേം നസീർ സാറിന്റെ വീടായിരുന്നു. ഈ അവസാന കാലത്ത് അപ്പൊ ഇവരുടെ മക്കള്, പേരക്കുട്ടികള് ഒക്കെ ജീവിച്ചിരിപ്പുണ്ട്. അവരെന്ത് വിചാരിക്കും? അയ്യോ, ഞങ്ങളുടെ മുത്തശ്ശൻ ഈ അവസാന കാലത്ത് ഇങ്ങനെ വല്ലാതെ വേദനിച്ച്
ആണോ മരണപ്പെട്ടത് എന്ന് അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അങ്ങനെയല്ല, നസീർ അങ്ങനത്തെ ഒരാളല്ല ടിനി. ദേവി ഇത് അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ അത് മാറ്റണം. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾ നസീർ സാറിനോടൊപ്പം സഞ്ചരിച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനയുണ്ടാക്കിയ ഒരു പ്രസ്താവനയാണ് അത്. ഓക്കെ, അപ്പൊ ഭാഗ്യലക്ഷ്മി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? എന്തായാലും ടിനി ടോം എന്ന് പറയുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു നടൻ പറയാൻ പാടില്ലാത്ത ഒരു പ്രസ്താവനയാണ് നടത്തുന്നത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന കേട്ടിട്ട് ഇതുപോലെ ബോധവും വെളിവും ഇല്ലാതെ ചാനലിൽ വന്നിരുന്നോണ്ട് കുരയ്ക്കുമ്പോഴത്തേക്ക് ആലോചിക്കാം. പ്രേം നസീർ എന്ന് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട നടനെ കുറിച്ചിട്ട് പറയുമ്പോൾ അദ്ദേഹം മലയാള സിനിമയിൽ ഇട്ടിട്ടുള്ള റെക്കോർഡ് ഇനി ഏതെങ്കിലും ഒരു നടന് തകർക്കാൻ സാധിക്കുമോ? കാരണം അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള സിനിമകൾ ഇന്നും പുതിയ തലമുറ പോലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒന്നും അറിയാഞ്ഞിട്ടൊന്നും അല്ല ടിനി ടോം ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. പിന്നെ ഒരു പക്ഷേ ചിലപ്പോൾ ഈ അടിക്കുന്നതിൻ്റെയൊക്കെ അളവ് കൂടിയോ കുറഞ്ഞൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ബോധമില്ലാത്ത ചില സംഭവങ്ങളൊക്കെ പല ആൾക്കാരിൽ നിന്നും വരാറുണ്ട്. എന്തായാലും ടിനി ടോം എയറിലാണ്, താഴെ ഇറക്കിയിട്ടില്ല. അപ്പം നമ്മുടെ ഭാഗ്യലക്ഷ്മി കൊടുത്ത മറുപടി കേട്ടല്ലോ അല്ലേ? അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളും മണ്ടത്തരമായിട്ട് ഇനി വരാതിരിക്കുക. ഇനിയിപ്പോൾ ടിനി ടോമിൻ്റെ പ്രതികരണം എന്താണ് എന്നുള്ളത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും